നമസ്കാരം. ആത്മസൂത്ര മൈൻഡ് കെയറിന്റെ സിംപ്ലി 5ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം പെർഫോമൻസ് ആങ്സൈറ്റിയാണ്. എന്താണ് പെർഫോമൻസ് ആങ്സൈറ്റി? നമ്മൾക്കറിയുന്ന ഏതൊരു ജോലിയും അല്ലെങ്കിൽ നമ്മുടെ കഴിവിനൊത്ത് നമുക്ക് തരുന്ന ഏതൊരു ജോലിയും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. എന്നാൽ പല സിറ്റുവേഷൻസ് വരുമ്പോഴും നമ്മുടെ ആങ്സൈറ്റി കാരണം നമ്മൾക്ക് പെർഫോം ചെയ്യാതിരിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻ്റർവ്യൂവിൻ്റെ തൊട്ട് മുമ്പിൽ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും അല്ലേ? ആക്ച്വലി ആലോചിച്ച് എന്തിനാ ഈ ടെൻഷൻ? നമുക്കറിയുന്ന പോലെ നമ്മൾക്കറിയുന്ന ഇൻഫർമേഷൻ അവിടെ പോയി അവർ ചോദിക്കുമ്പോൾ പറയണം. അവരുടെ ക്രൈറ്റീരിയ നമ്മൾ മാച്ച് ചെയ്യുകയാണെങ്കിൽ അവർ നമ്മൾ എടുക്കും. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അടുത്ത ഇൻ്റർവ്യൂവിന് പോകുന്നു. ഈ ലോകത്ത് ഈ ഒരു കമ്പനി മാത്രമല്ലല്ലോ ഉള്ളത്. എങ്കിലും ഇതെല്ലാം പറയാൻ എളുപ്പമാണ്. പക്ഷേ ഒരു ഇൻ്റർവ്യൂവിൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി പെർഫോമൻസ് ആങ്സൈറ്റി വരും. അതുമാത്രമല്ല, നമുക്കൊരു ടാസ്ക്, ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ടാസ്ക് നമുക്ക് തരുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ആങ്സൈറ്റി വരും. എന്തുകൊണ്ടാണ് ഈ പെർഫോമൻസ് ആങ്സൈറ്റി വരുന്നത്? പെർഫോമൻസ് ആങ്സൈറ്റി മെയിൻലി വരുന്ന 3 കാരണങ്ങൾ കൊണ്ടാണ്. ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്. അതായത് നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ മറ്റുള്ള ആൾക്കാർ എങ്ങനെയാണ് നമ്മളെ ജഡ്ജ് ചെയ്യുക എന്നാലോചിച്ചിട്ടാണ് നമുക്ക് ഈ ഫിയർ വരുന്നത്. നമ്മൾ പോയി ഒരു ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷനോ അല്ലെങ്കിൽ ഒരു ടോക്ക് ഷോയ്ക്കോ നമ്മൾ പറയുമ്പോൾ കേട്ടിരിക്കുന്ന ആൾക്കാർ നമ്മളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളൊരു ഭയമാണ് നമുക്ക് ഈ പെർഫോമൻസ് ആങ്സൈറ്റിയുടെ ആദ്യത്തെ കാരണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ ഐഡൻറ്റിറ്റി ഇതിലാണ് ഇരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു നല്ലൊരു എഞ്ചിനീയർ ആണെന്ന് വിചാരിക്കുക. നിങ്ങളുണ്ടാക്കിയ ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ നിങ്ങളുണ്ടാക്കിയ ഒരു സ്ട്രാറ്റജിയോ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അതേ കമ്പനിയിൽ ഒരു 10-15 കൊല്ലം വർക്ക് ചെയ്ത ആളായിരിക്കും. എങ്കിലും നിങ്ങൾ മാനേജ്മെൻറ്റ് അടുത്ത് പ്രസൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടാവും, അയ്യോ ഞാൻ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കൂലേ ഇവനെ കൊണ്ടൊന്നും കൊള്ളൂല അല്ലെങ്കിൽ ഇവളെ കൊണ്ടൊന്നും കൊള്ളൂല എന്ന് വിചാരിക്കൂലേ എന്നുള്ളൊരു ഭയത്തിൽ നിന്നാണ് നമുക്ക് പെർഫോമൻസ് ആങ്സൈറ്റി വരുന്നത്. അതായത് വി ആർ അറ്റാച്ചിങ് സെൽഫ് വർത്ത് ടു ദാറ്റ് പെർട്ടിക്കുലർ ടാസ്ക്. അങ്ങനെയൊന്നുമല്ല. ഒരു 10 കൊല്ലോ 15 കൊല്ലോ എന്തിനും ഒരു കൊല്ലെങ്കിലും നമ്മൾ കുറച്ച് നാളെങ്കിലും ആ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ക്രെഡിബിലിറ്റിയും കാലിബറും അവർക്ക് മനസ്സിലാവും. ആൻഡ് ഇറ്റ് ഈസ് ഓക്കെ ടു മേക്ക് മിസ്റ്റേക്സ് അല്ലേ? നമ്മൾ എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുക വേണ്ട. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ ഫോർ പെർഫോമൻസ് ആങ്സൈറ്റി ഈസ് പെർഫെക്ഷനിസം. നമ്മളിൽ പല ആൾക്കാരും ചെയ്യുന്ന ജോലി ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് പ്രൊഫഷനിലും അതായത് അവരുടെ കരിയറിലും ഒക്കെ പ്രോഗ്രസ് ചെയ്ത് വരുന്നത്. അത് ഞാൻ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ പലപ്പോഴും ഈ പെർഫെക്ഷനിസം നമ്മുടെ മനസ്സമാനം കെടുത്തു. അതായത് നമുക്ക് ചെയ്ത് അത്ര പെർഫെക്റ്റ് ആയില്ലെങ്കിലും നമ്മൾ ഹാപ്പി ആവില്ല. ചിലപ്പോൾ നമ്മളുടെ ബോസോ അല്ലെങ്കിൽ നമ്മളുടെ കൊളീഗ്സോ ഒക്കെ നമ്മുടെ പറയും, ഇത് നിങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ടല്ലോ, യു ഹവ് ഡൺ എ ഗ്രേറ്റ് ജോബ് എന്ന് പറയും. പക്ഷെ അപ്പോഴും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യില്ല. കാരണം വി ആർ പെർഫെക്ഷനിസ്റ്റ്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് പെർഫോമൻസ് ആങ്സൈറ്റി വരുന്നത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ പെർഫോമൻസ് ആങ്സൈറ്റി എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാമെന്നുള്ളതാണ്. പെർഫോമൻസ് ആങ്സൈറ്റി ഉള്ള ഒരു വ്യക്തിയാണെങ്കിലും അല്ലെങ്കിലും നമ്മളൊരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ അതിനു വേണ്ടി മാക്സിമം പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് വരും. അത് നമ്മുടെ പെർഫോമൻസ് ആങ്സൈറ്റിയെ വല്ലാണ്ട് കുറയ്ക്കും. സോ ദ ടിപ്പ് നമ്പർ 1 is പ്രിപ്പയർ thoroughly. നമ്മൾ പെട്ടെന്ന് ചെന്നിട്ട് ഒരു കാര്യം ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്കറിയാം ഇങ്ങനൊരു ടാസ്ക് നമുക്ക് വരാൻ പോവുകയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു പ്രസൻറ്റേഷൻ ഉണ്ട്. ആ പ്രസൻറ്റേഷൻ നിങ്ങളാണ് സംസാരിക്കേണ്ടതെന്ന് വിചാരിക്കുക. ചിലപ്പോൾ നിങ്ങൾ അത്ര നല്ലൊരു സ്പീക്കർ ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ആങ്സൈറ്റി വരും. പക്ഷെ അതേസമയം നമ്മൾ ആ ഒരു ഇവൻറ്റിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നേരത്തെ എത്രത്തോളം പ്രിപ്പയർ ചെയ്ത് വെക്കുന്നു അത്രത്തോളം യു വിൽ സീ ദാറ്റ് യുവർ ആങ്സൈറ്റി റെഡ്യൂസസ്. നമ്മൾ പല സിറ്റുവേഷൻസിലും പെട്ടുപോകുമ്പോൾ നമ്മളെ ആൾക്കാർ ഇൻസ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ആങ്സൈറ്റി കുറയാറുണ്ട്. പക്ഷേ എല്ലാ സമയത്തും എല്ലാവരും നമ്മുടെ ചുറ്റിനും നിന്ന് ഇൻസ്പയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും അത് ഫേസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് പോസിറ്റീവ് സെൽഫ് ടോക്ക്. നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഭയം വരുമ്പോൾ നമ്മൾ പറയണം, ഇറ്റ്സ് ഓക്കെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇതേ പ്രസൻറ്റേഷൻ ചെയ്തതാണ്, എന്നിട്ട് അത് നന്നായിട്ട് പോയി. അതുകൊണ്ട് ഇത്തവണ നമ്മളിപ്പോൾ നന്നായി ചെയ്തില്ലെങ്കിലും വി ഓൾ നോ വി ക്യാൻ പ്രസൻറ്റ് വെരി വെൽ. അങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് സെൽഫ് ടോക്ക് ചെയ്ത് പഠിക്കണം. നമ്മൾ എത്രത്തോളം പോസിറ്റീവായിട്ട് നമ്മളോട് സ്വന്തം സംസാരിക്കുന്നു അത്രത്തോളം നമ്മളുടെ ആങ്സൈറ്റി, അത് പെർഫോമൻസിൽ മാത്രമല്ല എല്ലാ രീതിയിലും നമ്മുടെ ആങ്സൈറ്റി കുറയ്ക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ദ ടിപ്പ് നമ്പർ 2 is പോസിറ്റീവ് സെൽഫ് ടോക്ക്. നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ്
എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉള്ളത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ ബ്രീതിങ്. നമ്മളുടെ ബ്രീതിങ് ആണ് നമ്മുടെ ഇമോഷൻസിന് ഒരു ഭാഗം വരെ തീരുമാനിക്കുന്നത്. ഒരു സിമ്പിൾ ഹാക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് എപ്പോഴെങ്കിലും ഒരു നെഗറ്റീവ് ഇമോഷൻ വരുമ്പോൾ ഒരു മിനിറ്റത്തേക്ക് ഒന്ന് ബ്രീത്ത് കൺട്രോൾ ചെയ്ത് നോക്കിയേ. അതായത് ഒരു നല്ല ശ്വാസം എടുത്തിട്ട് ഹോൾഡ് ചെയ്ത് നോക്കിയേ. എന്നിട്ട് നമുക്ക് ശ്വാസം മുട്ടെന്ന് ഉറപ്പ് വരുത്തുന്ന വരെ അത് ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യാം. ഇങ്ങനെ നമ്മളൊരു 3 പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരുന്ന ആ നെഗറ്റീവ് ഇമോഷൻ അത് എത്ര സ്ട്രോങ് ആയാലും അതിനി അടുത്ത 24 മണിക്കൂറത്തേക്ക് അതേ ഫോഴ്സിൽ നമ്മളിലേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല. ഇത് സയൻറ്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള ടെക്നിക്കാണ്. അത്രയും ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ഓരോ ബ്രെത്തിനും നമ്മളുടെ ഇമോഷൻസിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസൈറ്റിയോ പാനിക് അറ്റാക്കോ അല്ലെങ്കിൽ വല്ലാണ്ട് വിഷമോ എന്ത് വന്നാലും, എന്ത് നെഗറ്റീവ് ഇമോഷൻ വന്നാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിന് പറ്റുന്ന ബ്രീത്തിങ് ടെക്നിക്സ് നമ്മൾ ഫോളോ ചെയ്യാന്നുള്ളതാണ്. എല്ലാ നെഗറ്റീവ് ഇമോഷനും എല്ലാവർക്കും കാണില്ല. സോ ഐഡൻറ്റിഫൈ വാട്ട് ഈസ് ദാറ്റ് നെഗറ്റീവ് ഇമോഷൻ യു ആർ ഹാവിങ് വിച്ച് യു വോണ്ട് ടു ചേഞ്ച്. നിങ്ങൾക്ക് ഏത് നെഗറ്റീവ് ഇമോഷനാണോ ഇമ്മൻസ് ആയിട്ടുള്ളത്, എന്താണോ നിങ്ങൾക്ക് മാറ്റേണ്ടത്, അത് ഫോക്കസ് ചെയ്തിട്ട് അതിന് വേണമെന്നുള്ള ബ്രീത്തിങ് ടെക്നിക്സ് ഫോളോ ചെയ്യാം. സോ ദ ടിപ്പ് നമ്പർ 3 ഈസ് പ്രാക്ടീസ് ബ്രീത്തിങ് ടെക്നിക്സ്. നമ്മളെപ്പോഴും ഒരു ഇവൻറ്റിന് മുമ്പ് അല്ലെങ്കിൽ ഒരു മൊമെൻറ്റിന് മുമ്പ് നമ്മുടെ ആൻസൈറ്റി നമ്മുടെ ഉള്ളിൽ ബിൽഡ് ചെയ്യുമ്പോൾ ആ ഒരു തിങ്കിങ് പാറ്റേൺ ശ്രദ്ധിച്ചറിയാം നമ്മൾ എങ്ങനെയാണ് ആൻഷ്യസ് ആവുന്നത്. നമ്മൾ ആലോചിച്ച് തുടങ്ങും, ഇപ്പം ഞാൻ മീറ്റിങ്ങിന് പോവാണ്, ഞാൻ ചെന്നോണ്ട് എൻ്റെ ബോസ് ചീത്ത വിളിക്കും, അപ്പോഴത്തേക്ക് ഞാൻ എന്ത് പറയും. അതായത് നമ്മൾ മുഴുവനും നെഗറ്റീവായിട്ടാണ് വിഷ്വലൈസ് ചെയ്യുന്നത്. നെഗറ്റീവായിട്ടുള്ള വിഷ്വലൈസേഷൻ വരുമ്പോഴാണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ആൻസൈറ്റിയും പാനിക് അറ്റാക്കും ഒക്കെ വരുന്നത്. അല്ല, പോസിറ്റീവായിട്ട് വിഷ്വലൈസ് ചെയ്യുന്ന ഒരു മൊമെൻറ്റിലും നമുക്ക് ഈ ആൻസൈറ്റിയും വരില്ല, പാനിക് അറ്റാക്കും വരില്ല, ഒന്നും വരില്ല അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തിനാണ് ഈ നെഗറ്റീവായിട്ട് വിഷ്വലൈസ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, ഒരു ഫ്രണ്ടിന് വയ്യ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും വയ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് ആൻസൈറ്റി വരുന്നത്? നമ്മൾ അയ്യോ നീയിപ്പോൾ വയ്യ, ഇവർ നമ്മളെ വിട്ടു പോവോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ആൻസൈറ്റി വരും. അതേസമയം ഒരാൾക്ക് വയ്യാന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല, അവർ എല്ലാം സേഫായി നമ്മുടെ അടുത്ത് തിരിച്ചു വരുന്ന നമ്മൾ തന്നെ സ്വന്തമായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്താലോ ആ സെക്കൻഡ് തൊട്ട് നമ്മളുടെ ആൻസൈറ്റി പമ്പ കിടക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ദ ടിപ്പ് നമ്പർ 4 ഈസ് പോസിറ്റീവ് വിഷ്വലൈസേഷൻ. ഏതൊരു ഇവൻറ്റിന് മുമ്പും ഏതൊരു മൊമെൻറ്റിന് മുമ്പും നമ്മളുടെ ആൻസൈറ്റി ഉണ്ടാക്കുന്ന എന്തൊരു സംഭവത്തിന് മുമ്പും നമ്മൾ 1 മിനിറ്റ് ഒരു ഡീപ് ബ്രെത്ത് എടുത്തതിന് ശേഷം നമ്മൾ കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യുക. നമ്മളിപ്പോൾ പോകുന്ന വഴി അല്ലെങ്കിൽ നമ്മളിപ്പോൾ നേരിടാൻ പോകുന്ന ആ ഒരു മൊമെൻറ്റ് വളരെ പോസിറ്റീവായിട്ട് നടക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ എന്ത് വിഷ്വലൈസ് ചെയ്യുന്നോ അതുപോലെ തന്നെ വരുള്ളൂ, വളരെ പോസിറ്റീവായിട്ട് തന്നെ നടക്കുകയുള്ളൂ. ഇനി അഥവാ നെഗറ്റീവായിട്ട് നടന്നാലും നമുക്ക് പെർഫോമൻസ് ആൻസൈറ്റി ഒരിക്കലും വരില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ 4 ടിപ്പ് പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ എപ്പോഴും നമ്മളെ റിമൈൻഡ് ചെയ്യേണ്ടത്. അതായത് നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ആ മൊമെൻറ്റിൽ നമുക്ക് എത്ര നന്നായിട്ട് ആ ഒരു ടാസ്ക് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യണം. പക്ഷേ നമ്മളത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിനെക്കുറിച്ചുള്ള ജഡ്ജ്മെൻറ്റ് ആൾക്കാർ എന്ത് പറയും എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യണം. ഇപ്പം നമ്മളൊരു കമ്പനിയിൽ പോയി വർക്ക് ചെയ്യുന്നു. എന്തിനാണ് വർക്ക് ചെയ്യുന്നത്? നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യണം. എന്തിനാണ് പെർഫോം ചെയ്യുന്നത്? നമുക്ക് ഇൻക്രിമെൻ്റ് കിട്ടാൻ, അല്ലെങ്കിൽ നമുക്ക് ആ കരിയറിൽ പ്രോഗ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് കൊണ്ട് മറ്റുള്ള ആൾക്കാർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് മുഴുവൻ വർക്കും നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ എന്തിനാ മറ്റുള്ളവരുടെ അഭിപ്രായം നോക്കുന്നത്? തീർച്ചയായിട്ടും അതിൻ്റെ കാര്യമില്ല. ഓരോ മിനിറ്റും ഓരോ ടാസ്കും നമുക്ക് എത്ര പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു മൊമെൻറ്റിൽ ചെയ്യാൻ പറ്റുമോ അത് മാത്രം ചെയ്യുക. ആൻഡ് ഡോണ്ട് തിങ്ക് അബൌട്ട് ദ ജഡ്ജ്മെൻറ്റ് ബിഫോർ ദ ടാസ്ക്. നമ്മൾ ഈ പല നല്ല ഹിറ്റ് മൂവീസ് എല്ലാം കണ്ടിട്ടില്ലേ? ആ ഓരോ മൂവി എടുക്കുമ്പോഴും നമ്മൾ ചിലപ്പോൾ അതിൻ്റെ കഥ നേരത്തെ കാണുകയാണെങ്കിൽ, അത് മോഹൻലാലിൻ്റെ ആയാലും മമ്മൂട്ടിയുടെ ആയാലും പൃഥ്വിരാജിൻ്റെ ആയാലും ആരുടെ ആയാലും ആ കഥ നമ്മളിപ്പോൾ ഒരു പ്രൊഡ്യൂസറായിട്ടിരുന്ന് കേൾക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ആലോചിക്കും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇത്രയും പൈസ അവർ കളയുന്നു. പക്ഷെ നമ്മളെ പോലും ഞെട്ടിച്ചുകൊണ്ട് അത് ബോക്സ് ഓഫീസ് ഹിറ്റാവാറുണ്ട്. ഇപ്പോൾ പല കഥകളും എഴുതുന്ന ആൾക്കാർ, പല പല ബുക്സും എഴുതിയ ആൾക്കാരുടെ ആ ബുക്സ് എഴുതുന്ന സമയത്ത് അവരുടെ അടുത്ത് പലരും ജഡ്ജ് ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം ആലോചിച്ചിട്ടാണെങ്കിൽ ഇന്ന് ഒരിക്കലും ഒരു ക്രിയേഷൻ ഓഫ് ആർട്ടും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ദ 5th ടിപ്പ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പ് ഇസ് ഫോക്കസ് ഓൺ ദ ടാസ്ക് ആൻഡ് നെവർ ഓൺ ദ ജഡ്ജ്മെൻറ്റ്. പെർഫോമൻസ് ആൻസൈറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും മാക്സിമം പൊട്ടൻഷ്യലിൽ വർക്ക് ചെയ്യുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് തൊട്ട് നമ്മുടെ പെർഫോമൻസ് ആൻസൈറ്റി അങ്ങ് മായ്ച്ചു കളയാം. ഈ നേരത്തെ പറഞ്ഞ 5 ടിപ്സും ഫോളോ ചെയ്തുകൊണ്ട്
നിങ്ങൾ പെർഫോമൻസിൽ മാത്രം ഫോക്കസ് ചെയ്യുക, ആങ്സൈറ്റിയെ മറന്നേക്കുക. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്കും ഇനി ഒരിക്കലും പെർഫോമൻസ് ആങ്സൈറ്റി വരാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. നിങ്ങൾക്കൊപ്പം സിന്ധു നന്ദകുമാർ, കോർപ്പറേറ്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ആത്മസൂത്ര മൈൻഡ് കെയർ. താങ്ക് യു.